ഹായ് ഫ്രണ്ട്സ്, വർഷം 2024 അവസാനിക്കാനും പുതിയൊരു വർഷം ആരംഭിക്കാനും ഇനി ഏതാനും ദിവസങ്ങളുടെ അകലം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു വർഷം 2024 പലർക്കും പല രീതിയിലായിരിക്കും നോക്കിക്കാണാൻ സാധിക്കുന്നത്. പലർക്കും അവരുടെ ലൈഫിൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പലതും നേടിയെടുക്കാനും അച്ചീവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പലർക്കും പല നേട്ടങ്ങളുണ്ടായിരിക്കാം. പല പുതിയ ലക്ഷ്യങ്ങളും കണ്ടെത്താനും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും സന്തോഷവും സമാധാനവും നേടിയെടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിനൊന്നും സാധിക്കാതെ താൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ യാതൊന്നും ചെയ്യാനോ ഒന്നും തന്നെ നേടിയെടുക്കാനോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനോ പലർക്കും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും മാത്രം നേരിടേണ്ടി വന്ന ഒരു വർഷമായിരിക്കാം ചിലർക്കിത്. മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ ലക്ഷ്യവും അവരുടെ ലൈഫിൻ്റെ പർപ്പസും കണ്ടെത്താനും അതിനുവേണ്ടി നിലകൊള്ളാനും കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനും സാധിച്ച ഒരു വർഷമായിരിക്കാം ഇത്. സോ ഇത്തരത്തിൽ പലർക്കും പല മെമ്മറബിളായ നിമിഷങ്ങളും സമ്മാനിച്ചുകൊണ്ട് സന്തോഷവും സങ്കടങ്ങളും നിറഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ആയിരിക്കാം ഈ വർഷം കടന്നുപോയത്. ചിലരെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന് പറയുന്നത് അവർക്കൊരുപാട് പ്രതീക്ഷകളും വിശ്വാസങ്ങളും നൽകിയ ഒരു വർഷമായിരിക്കാം. മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും അവരുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചൊരു വർഷമായിരിക്കാം. ചിലർക്കെല്ലാം ഇത് അവരുടെ പ്രതീക്ഷകളെ തന്നെ ഇല്ലാതാക്കിയ ഒരു വർഷമായിരിക്കാം. ചിലർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയതായ ഒരു വർഷമായിരിക്കാം. സോ ഇത്തരത്തിൽ പലരും പല രീതിയിലായിരിക്കും ഈ ഒരു വർഷത്തെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക, മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സോ ഫ്രണ്ട്സ്, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാലയളവ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ നിർണ്ണയിക്കുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും നിങ്ങളുടെ ഭാവിയെയും നിർണ്ണയിക്കുന്നത് ഈ ഒരു കാലയളവല്ല. സോ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങളുടെ ലൈഫ് ഇത്തരത്തിലായിരിക്കുമെന്നോ നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ലെന്നോ സംശയിക്കരുത്. ഇന്നും നിങ്ങൾക്കത് ലഭിച്ചില്ല എന്നതിനർത്ഥം നാളെയും നിങ്ങൾക്കത് ലഭിക്കില്ല എന്നല്ല. ഇന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം ഇനി ഒരിക്കലും നിങ്ങളെക്കൊണ്ട് അതിന് കഴിയില്ല എന്നുമല്ല. സോ ഇന്ന് നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങൾക്കത് തീർച്ചയായും ലഭിക്കും. ഇന്ന് നിങ്ങളെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല, സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങളെക്കൊണ്ട് അതെങ്ങനെ കഴിയുമെന്നും സാധിക്കുമെന്നും തീർച്ചയായും നിങ്ങൾ പഠിക്കും. സോ ഫ്രണ്ട്സ്, ജീവിതം എന്നുള്ളത് ഒരു പാഠപുസ്തകമാണ്. സോ ഇന്ന് നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള അവസരങ്ങളാണ്. സോ ആ പാഠങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളെയും എത്തരത്തിൽ സാധിക്കണമെന്നും എത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാനായി ശ്രമിക്കുക. സോ 2024 നിങ്ങളെക്കൊണ്ട് ഒന്നിനും സാധിച്ചില്ല, ഒന്നിനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് സ്വയം വെറുക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്നും നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്നും തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് പല തിരുത്തലുകൾക്കും ഭാഗമാകുക. ഇത്തരത്തിൽ പുതിയ അവസരങ്ങളെയും പുതിയ നിങ്ങളെയും വാർത്തെടുക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടമായ പലതിനെയും തിരിച്ചറിയാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെക്കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളെയും സാധിച്ചെടുക്കാനും നിങ്ങൾക്ക് കഴിയും. സോ ഇനി 2025 എങ്ങനെ തുടക്കം കുറിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?